ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് plots4movies.com ആണ്. ഇതൊരു AI-എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ്. പുസ്തകം വാങ്ങുന്നതിന് മുൻപ് അതിന്റെ 1 മിനിറ്റ് ട്രെയിലർ കണ്ട് പുസ്തകത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നമസ്കാരം. നമ്മളിന്ന് ഡഗ്ലസ് ആഡംസിന്റെ ഒരു കിടിലൻ പുസ്തകത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ദി ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദി ഗാലക്സി. വളരെ പ്രശസ്തമായ പുസ്തകം. അതെ, നമ്മുടെ കയ്യില് ഗാലക്സി വഴികാട്ടി ആർത്തർ ഡെന്റിന്റെ ബഹിരാകാശ യാത്ര എന്നൊരു ലേഖനത്തിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പുസ്തകം എന്തുകൊണ്ടൊരു ക്ലാസിക്കായി ഇപ്പോഴും ആളുകൾ ഇത് വായിക്കുന്നു? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? തീർച്ചയായും ഇതിന്റെ തുടക്കം തന്നെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ്, അല്ലേ? അതെ, ഭൂമി അങ്ങ് നശിപ്പിക്കുകയാണ്. വെറുമൊരു ഹൈപ്പർ സ്പേസ് ബൈപ്പാസിനു വേണ്ടി നമ്മുടെ പ്രധാന കഥാപാത്രം ആർത്തർ ഡെന്റ്, ഒരു സാധാരണ ഇംഗ്ലീഷുകാരൻ, പാവം, അവന്റെ വീട് പൊളിക്കാൻ വരുന്നതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. അതെ, ലേഖനം പറയുന്ന പോലെ ആർത്തറിന്റെ ആ ഒരു സാധാരണത്വമുണ്ടല്ലോ, അതാണ് ശരിക്കും ഇതിന്റെ ഒരു കേന്ദ്രബിന്ദു. നമ്മളിൽ ഒരാൾ പെട്ടെന്ന് ബഹിരാകാശത്തെത്തിയ പോലെ. കൃത്യം. പ്രപഞ്ചത്തിന്റെ ആ ഒരു ഭ്രാന്തനവസ്ഥയിലേക്ക് ഒരു സാധാരണക്കാരൻ എത്തിപ്പെടുന്നു. അവന്റെ ചെറിയ ആശങ്കകൾ പോലും എത്ര നിസ്സാരമാണെന്ന് തുടക്കത്തിലേ മനസ്സിലാകും. Bring your book to life with AI. Plots4movies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plots4movies.com, where your story becomes cinema. പിന്നെ രക്ഷപ്പെടൽ, ഫോർഡ് പ്രൊഫെക്റ്റ്. ഫോർഡ് വർഷങ്ങളായി ഭൂമിയിലൊരു നടനായിട്ടാണ് ജീവിച്ചത്. ശരിക്കൊരു അന്യഗ്രഹ ജീവി. അവനാണ് ആർത്തറിനെ അവസാന നിമിഷം രക്ഷിച്ചോണ്ടു പോകുന്നത്. ലേഖനം പറയുന്നത് ഫോർഡ് വെറുമൊരു രക്ഷകൻ മാത്രമല്ല, ആർത്തറിന്റെ ലോകം തന്നെ മാറ്റുന്നൊരാളാണെന്നാണ്. ശരിയാണ്. ആ ഗൈഡ് ബുക്കിനെ പരിചയപ്പെടുത്തുന്നത് ഫോർഡ് ആണല്ലോ. അതെ, ദി ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദി ഗാലക്സി. ആ പുസ്തകം തന്നെ ഒരു കഥാപാത്രമാണ്. അതിലെ വിവരങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല, അല്ലേ? ഒട്ടുമില്ല. പലപ്പോഴും തെറ്റാണ്, പക്ഷെ രസകരമാണ്. അതിന്റെ കവറിലെ ആ വാചകം ഓർമ്മയില്ലേ? ഡോണ്ട് പാനിക്, പരിഭ്രാന്തരാകരുത്. അതെ, ഈ ലേഖനം അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. അതൊരു വെറും തമാശയല്ല. ഓഹോ, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു താളം തെറ്റിയ സ്വഭാവത്തെ നേരിടാനുള്ള ഒരുതരം ഫിലോസഫി പോലെയാണ് ലേഖകൻ അതിനെ കാണുന്നത്. അനിശ്ചിതത്വത്തെ പേടിക്കാതിരിക്കുക എന്നൊരു രീതി. ഏകദേശം അതെ. പിന്നെ ഇവരുടെ യാത്ര തുടങ്ങുന്നു ഒരു മോഷ്ടിച്ച പേടകത്തിൽ, ഹാർട്ട് ഓഫ് ഗോൾഡ്. അതിലൊരു വിചിത്ര ഗ്യാങ് ആണുള്ളത്. സാഫോർഡ് ബി ബ്രോക്സ്, ഗാലക്സിയുടെ പ്രസിഡന്റ്, 2 തലയൊക്കെയുള്ള ആള്. അയാളുടെ കാര്യം ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ 2 തലയും അഹങ്കാരവുമൊക്കെ വെറും കോമഡിയല്ല. പിന്നെയോ? അധികാരത്തിന്റെയും പ്രശസ്തിയുടെയുമൊക്കെ പൊള്ളത്തരം കാണിക്കാൻ വേണ്ടിയാണെന്നാണ് ലേഖകൻ വാദിക്കുന്നത്. ശരിയാണ്. പിന്നെ ട്രില്യൻ, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ഏക സ്ത്രീ. പിന്നെ മാർവിൻ, ആ റോബോട്ട്. മാർവിൻ, ഭയങ്കര ബുദ്ധിയുള്ള പക്ഷെ എപ്പോഴും വിഷാദിച്ചിരിക്കുന്ന റോബോട്ട്. അവന്റെ ഓരോ ഡയലോഗും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. ശരിക്കും ലേഖനം പറയുന്നത് മാർവിൻ ഇന്നത്തെ മനുഷ്യന്റെ ആ ഒരു അസ്തിത്വ ദുഃഖം, ടെക്നോളജി ഉണ്ടാക്കുന്ന മടുപ്പ്, ഇതിന്റെയൊക്കെ പ്രതീകമാണെന്നാണ്. ഓ, അങ്ങനെയൊരു വായനയുണ്ടല്ലേ? അതെ, ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ആഡംസ് നമ്മുടെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയുമൊക്കെ നന്നായി കളിയാക്കുന്നുണ്ട്. ആ ഒരു ശൈലി, അതാണല്ലോ ഇതിന്റെ ഹൈലൈറ്റ്. ബ്രിട്ടീഷ് ഹ്യൂമർ, കുറച്ച് അസംബന്ധം, സയൻസ്, ഫിലോസഫി, എല്ലാം കൂടെ. അതെ, ലേഖനവും അത് പറയുന്നുണ്ട്. ഇത് വെറുമൊരു സയൻസ് ഫിക്ഷൻ കോമഡി അല്ല. ആക്ഷേപഹാസ്യമുണ്ട്, നല്ല മൂർച്ചയുള്ളത്. വലിയ വലിയ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് എന്നാൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കും. നിങ്ങൾക്കെന്താ തോന്നുന്നത്? എന്താ ഈ സ്റ്റൈലിന്റെ ഒരു മാജിക്? ഒരുപക്ഷേ ആ ഒരു ലാഘവത്വം. വലിയ സീരിയസ് വിഷയങ്ങളെ ഒരു പേടിയുമില്ലാതെ തമാശയിലൂടെ പറയുന്നു. അതെ, ഒരു ബഹുമാനക്കുറവ് എന്ന് വേണേൽ പറയാം.
പക്ഷേ അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഞങ്ങളില്ലെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. 42 എന്ന ഉത്തരം പോലെ. അതെ അതെ. അപ്പോ ഈ പുസ്തകം എന്തുകൊണ്ടാണിപ്പോഴും ഇത്ര ഫേമസ് ആയി നിൽക്കുന്നത്? ലേഖനം അതിനെപ്പറ്റി പറയുന്നതെന്താണ്? ലേഖനം പറയുന്നത് ഇതിലെ തമാശ മാത്രമല്ല കാരണം. ഇത് വായിക്കുന്ന ആളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിപ്പിക്കുന്നു. അതെ, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കി ചിരിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു വശത്ത് തമാശ, മറുവശത്ത് കുറച്ച് കാര്യമായ ചിന്തകൾ. ഒരു സാഹസിക യാത്രയും കൂടെ കുറെ ചോദ്യങ്ങളും. അതുകൊണ്ടാണ് ഇത് കാലത്തെ അതിജീവിച്ചത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ഒരു വെറും ഗാലക്സി ടൂർ അല്ല. അല്ല. ജീവിതം, പ്രപഞ്ചം, നമ്മുടെയൊക്കെ സ്ഥാനം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചോദ്യങ്ങളെ നർമ്മം കൂട്ടി അവതരിപ്പിക്കുന്ന ഒന്നാണ്. ഈ ലേഖനവും അതുതന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ കേൾക്കുന്നവർക്കായി ഒരു ചോദ്യം. ചോദിക്കൂ. ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെയാണ്, ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത പോലെ. അപ്പോ ഗൈഡ് പറയുന്ന പോലെ പരിഭ്രാന്തരാകരുത്. ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മളെ സഹായിക്കുമോ? അതായത് ജീവിതത്തിലെ താളപ്പിഴകളെ കുറച്ചുകൂടി കൂളായിട്ട് എടുക്കണമെന്നാണോ ഈ കഥ പറയുന്നത്? ഒരുപക്ഷേ. അല്പം നർമ്മത്തോടെ, വലിയ ഗൗരവമില്ലാതെ. നിങ്ങളെന്ത് പറയുന്നു? നല്ലൊരു ചിന്തയാണ്. ഈ ചർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. Bring your book to life with AI. Plotsformovies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plotsformovies.com, where your story becomes cinema